വായിച്ചേ. ഫ്രം ദ ഫോളോയിങ് ഫിഗർ എക്സ്ട്രാക്ട് ഫ്രം ദ ബുക്സ് ഓഫ് എ കമ്പനി, കമ്പ്യൂട്ട് അപ്രോപ്രിയേറ്റ് വാരിയൻസ്. കണ്ടാ, ഇന്നത് ഒന്നും പറഞ്ഞില്ല, അപ്രോപ്രിയേറ്റ് വാരിയൻസ്. അപ്പോൾ ഏതൊക്കെ ആവാം? മെറ്റീരിയൽ, ലേബർ, വാരിയബിൾ, ഫിക്സഡ്, ഇതിൽ ഏതും ആവാം. പക്ഷെ തന്ന ഇൻഫർമേഷൻ നിങ്ങൾ വായിച്ചപ്പോൾ എന്താ ഉള്ളത് ഇവിടെ? ഫിക്സഡ് ഓവർഹെഡും ഉണ്ട്, വാരിയബിളും ഉണ്ട്. അപ്പോൾ ഏത് വാരിയൻസ് കാണാം? ഫിക്സഡും കാണാം, വാരിയബിളും കാണാം. പക്ഷെ ഇതിൽ കലണ്ടർ കാണാമല്ല അല്ലേ? നമ്പർ ഓഫ് ഡേയ്സ് അല്ല തന്നിട്ടുള്ളൂ. ഈ ബഡ്ജറ്റഡ് ഡേയ്സും ആക്ച്വൽ ഡേയ്സും തന്നിട്ടില്ലല്ലോ. പോസിബിൾ ഫിക്സഡ് ഓവർഹെഡ് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? അത് അഞ്ചാമത്തെ ടേബിൾ വേണമെന്നുണ്ടെങ്കിൽ, കമ്പ്യൂട്ടേഷൻ ടേബിൾ അഞ്ചാമത്തെ വേണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ബഡ്ജറ്റഡും അതുണ്ട്. ഇൻറ്റു ഏതാണ്? ആക്ച്വൽ ഡേയ്സ്, നമ്പർ ഓഫ് ഡേയ്സ് തന്നിട്ടുണ്ട്. ബഡ്ജറ്റ് ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്. ഓക്കെ, യെസ്, ഉണ്ട്. ഓക്കെ, ആക്ച്വലും ഉണ്ട്, പിന്നെ ഇതുണ്ട്, ബഡ്ജറ്റഡും ഉണ്ട്. പിന്നെ ഔട്ട്പുട്ട് ഇൻ യൂണിറ്റ് ഉണ്ട് അല്ലേ? കുഴപ്പമില്ലല്ലോ. ഇത് ബഡ്ജറ്റഡ് യൂണിറ്റ്, ആക്ച്വൽ യൂണിറ്റ്. ഹവേഴ്സ് ആക്ച്വൽ അവറും ബഡ്ജറ്റഡ് അവറും ഉണ്ട് അല്ലേ? ഫിക്സഡ് 2400, 2500, വേരിയബിൾ 12,000, 13,300 അങ്ങനെ തന്നിട്ടുണ്ട്. കുഴപ്പമില്ലല്ലോ. ഡയറക്റ്റ് ഇനി നമ്മൾ എന്ത് ചെയ്യണം? ആൻസറിലേക്ക് പോവാണ്. എല്ലാവരും ഒരുമിച്ച് ചെയ്യാണ് കേട്ടോ. ഓക്കെ, വി ക്യാൻ ഗോ ടുഗെദർ. ക്യാൻ വി ഇതന്നെ പറഞ്ഞു. ക്യാൻ വി അദ്ദേഹം പറഞ്ഞു. യെസ്, ഫസ്റ്റ് വൺ ഏതാ? സ്റ്റെപ്പ് 1 എന്താ? കമ്പ്യൂട്ടേഷൻ ഓഫ് അല്ല, ആദ്യം നമ്മൾ ഏതപ്പോൾ ചെയ്യുന്നത്? വാരിയബിൾ ചെയ്യുക അല്ലേ? ഹെഡിങ് എഴുതാം. കമ്പ്യൂട്ടേഷൻ ഓഫ് വാരിയൻസ് ഓഫ് വാരിയബിൾ ഓവർഹെഡ്. കമ്പ്യൂട്ടേഷൻ ഓഫ് വാരിയൻസ് ഓഫ് വാരിയബിൾ ഓവർഹെഡ്. ഓക്കെ, സ്റ്റെപ്പ് 1 കമ്പ്യൂട്ടേഷൻ ടേബിൾ. കമ്പ്യൂട്ടേഷൻ ഓഫ് ഏതാ? സ്റ്റാൻഡേർഡ് റേറ്റ്. എന്താണെന്നുള്ളത്? സ്റ്റാൻഡേർഡ് റേറ്റ് കാണാനുള്ള ഇക്വേഷൻ എന്താ? സ്റ്റാൻഡേർഡ് റേറ്റ് ഈസ് ഈക്വൽ ടു ബഡ്ജറ്റഡ് വാരിയബിൾ ഓവർഹെഡ് ഡിവൈഡഡ് ബൈ, ഒരുമിച്ച് ചെയ്യാണ്, ബഡ്ജറ്റഡ് ഔട്ട്പുട്ട്, അല്ലെങ്കിൽ ഏതാണ്? ഹവർ. ഇവിടെ ഏതാ തന്നുള്ളത്? ഇവിടെ ഇപ്പോൾ ഏതാ തന്നുള്ളത്? ബഡ്ജറ്റഡ് വാരിയബിൾ ഓവർഹെഡ്. ഒന്ന് പറഞ്ഞു തരും എനിക്ക്. എത്ര ബഡ്ജറ്റഡ് വാരിയബിൾ ഓവർഹെഡ്? 12,000 ഡിവൈഡഡ് ബൈ ബഡ്ജറ്റഡ് ഹവർ തന്നിട്ടുണ്ടല്ലേ? എത്രയാ? 6,000. അപ്പോൾ എത്ര രൂപ വരും? ₹2 പെർ ഹവർ വരും. മക്കളെ യൂണിറ്റും തന്നില്ലേ? അപ്പോൾ അതും കണ്ടെത്തിക്കൂടെ? സ്റ്റാൻഡേർഡ് റേറ്റ് പെർ ഏതാണ്? യൂണിറ്റ് എങ്ങനെ വരും? 12,000 ഡിവൈഡഡ് ബൈ എത്ര യൂണിറ്റാ? 12,000 തന്നെയാണ്. അപ്പോൾ എത്ര വരും? ₹1 പെർ ഹവർ വരും. ചെയ്തു. സ്റ്റെപ്പ് 2 കമ്പ്യൂട്ടേഷൻ ടേബിൾ. 1, 2, 3. 1, 2, 3. ഫോർ വേണോ? ആരാ 4 എടുത്തിരുന്നത്? വേരിയബിൾ ഓവർഹെഡൻസ് അല്ലേ? അതിൽ 4 ഇല്ല. ഏതൊക്കെയായിരുന്നു? നമ്പർ 1 പറയും. സ്റ്റാൻഡേർഡ് അവർ ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്, അല്ലെങ്കിൽ ആക്ച്വൽ ഔട്ട്പുട്ട് ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. പിന്നെ അടുത്ത് ആക്ച്വൽ വാരിയബിൾ ഓവർഹെഡ്. ദെൻ മൂന്നാമത്തേതാ? ആക്ച്വൽ ഹവർ ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. ഓർ ഏതാ? സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. ഫില്ല് ചെയ്യാൻ നോക്കാം. ആക്ച്വൽ ഔട്ട്പുട്ട് തന്നിട്ടുണ്ട് അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ ഞാൻ ഈ ഇക്വേഷനിൽ എഴുതാണ്. ആക്ച്വൽ ഔട്ട്പുട്ട് എത്ര? 13,000 അല്ലേ? ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ് എത്രയാ? 1 അല്ലേ? അപ്പോൾ എത്ര തന്നെ വരും? 13,000 തന്നെ വരും. ഓക്കെ, ഇതിനടുത്ത് ആക്ച്വൽ ഓൾറെഡി തന്നല്ലേ ഡയറക്റ്റ്. ആക്ച്വൽ വാരിയബിൾ ഓവർഹെഡ് എത്രയാണെന്നുള്ളത്? വാരിയബിളാണ്, തെറ്റരുത്, 12,000. പിന്നെ മൂന്നാമത്തെ എങ്ങനെ കാണാം? ആക്ച്വൽ അവർ അറിയാലോ. എന്ത്
ആ ഓക്കെ ഓക്കെ, അത് പിന്നെ ഏതപ്പം ഞാൻ എഴുതിയേ, ആ ശരി ഓക്കെ. 13,300 കൃത്യം പറയും ചെയ്ത്. ആക്ച്വലാണ് അല്ല വേരിയബിളാന്നൊക്കെ പോട്ടെ, കയ്യിൽ നിന്ന് പോയതാ. ആക്ച്വൽ അവർ എത്ര? 6,600 ഇൻറ്റു ഹവേർലി റേറ്റ് സ്റ്റാൻഡേർഡ് റേറ്റ് മുകളിൽ തന്നിട്ട് എത്രയാ? ഓക്കെ, ഇവിടെ 1 പെർ യൂണിറ്റ് കേട്ടോ, 2 ആണ്. അപ്പോൾ 6,600 ഇൻറ്റു 2 എത്ര വരും? 13,200. പരിപാടി കഴിഞ്ഞു. ഓക്കെ അല്ലേ? സ്റ്റെപ്പ് ഏതാ? 3. എന്ത് വേണം? വേരിയബിൾ ഓവർ ഹെഡ് കോസ്റ്റ് വാരിയൻസ് 1 മൈനസ് 2 എത്ര വരും? 1 മൈനസ് 2 13,000 മൈനസ് 13,300. അപ്പോൾ 300 എന്താ വരിക? നെഗറ്റീവാണ്, വിച്ച് മീൻസ് അഡ്വേഴ്സ് ആണ്. ദെൻ ബ്രാഞ്ചഡ് ഇൻ ടു 2. ഒന്നേതാ? വേരിയബിൾ ഓവർ ഹെഡ് പറയും, എക്സ്പെൻഡിച്ചർ വാരിയൻസ് 3 മൈനസ് 2. 13,200 മൈനസ് 13,100 അല്ലേ? 100 എന്താ? അഡ്വേഴ്സ് തന്നെ. അടുത്ത വേരിയബിൾ ഓവർ ഹെഡ് എഫിഷ്യൻസി വാരിയൻസ് 1 മൈനസ് 3. 13 200 എന്താ? അഡ്വേഴ്സ്. ചെക്ക് ചെയ്യാൻ പറ്റും അല്ലേ? 100 അഡ്വേഴ്സ്, 200 അഡ്വേഴ്സ്, ടോട്ടലും 300 എന്താണ്? അഡ്വേഴ്സ്. അത്രേ ഉള്ളൂ ചെയ്ത് വരുമ്പോൾ. ഓക്കെ, അടുത്തേതാ? ഫിക്സഡ് തീരുമാനിക്കാം അല്ലേ? ഇതുവരെ കഴിഞ്ഞല്ലേ എല്ലാവരും? മേ ഐ വെയിറ്റ്? അതിനും ഞാൻ വെയിറ്റ് ചെയ്യണമെന്നാണ് ചോദിച്ചത്. ഇംഗ്ലീഷ് അറിയില്ല അല്ലേ? അതുകൊണ്ട് ഞാൻ മലയാളത്തിലേക്ക് ആക്കിയത്. തോന്നി ഇനിയിപ്പോൾ ഇംഗ്ലീഷ് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? ഒക്കെ എടുത്തു പോയിട്ട് പറയും അല്ലോ ഒന്നും കിട്ടിയില്ല. ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഇംഗ്ലീഷിലെടുക്കുന്ന അധ്യാപകരെ. നമുക്ക് മലയാളം തന്നെ പറ്റുള്ളൂ. ഞങ്ങൾക്കും പുരോഗതി വേണ്ട, നിങ്ങൾക്കും പുരോഗതി വേണ്ട. ഫിക്സഡ് ഓവർ ഹെഡ് വാരിയൻസ്. ഫിക്സഡ് ഓവർ ഹെഡ് വാരിയൻസ് സ്റ്റെപ്പ് 1 പറയ് എന്താ? കമ്പ്യൂട്ടേഷൻ ഓഫ് ഏതാ? സ്റ്റാൻഡേർഡ് റേറ്റ്. 2 തരത്തിൽ കാണാം അല്ലേ? എന്താ? സ്റ്റാൻഡേർഡ് റേറ്റ് പെർ യൂണിറ്റ്, അടുത്ത സ്റ്റാൻഡേർഡ് റേറ്റ് പെർ ഹവർ. യൂണിറ്റ് കാണാനുള്ള ഇക്വേഷൻ എന്താ? ബഡ്ജറ്റഡ് ഫിക്സഡ് ഓവർ ഹെഡ്, മറ്റൊടത്തും നോമിനേറ്റർ ബഡ്ജറ്റഡ് ഫിക്സഡ് ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ ഇവിടെ ഏതാ? ബഡ്ജറ്റഡ് ഹവേഴ്സ് ആണെങ്കിൽ ഇവിടെ ബഡ്ജറ്റഡ് ഏതാ? യൂണിറ്റ്സ് ആണ്. ഓക്കെ അല്ലേ? എന്താ എഴുതന്നെ? ഒരുമിച്ച് എഴുതാണല്ലോ. ക്വസ്റ്റ്യൻ്റെ ഉള്ളതൊന്ന് പറഞ്ഞു തരും എനിക്ക്. ബഡ്ജറ്റഡ് ഫിക്സഡ് ഓവർ ഹെഡ് 2,400. അപ്പോൾ രണ്ടിടത്തും 2,400 ആണല്ലോ അല്ലേ? ഡിവൈഡഡ് ബൈ പറഞ്ഞ് ഹവർ ബഡ്ജറ്റഡ് അവർ എത്ര? ഫിക്സഡിൻ്റെ കേട്ടോ, വേരിയബിൾ അല്ല, തെറ്റണ്ട. രണ്ടാമത്തെ കോളത്തിലുള്ളത് പറയണം. ബഡ്ജറ്റഡ് ഹവർ എത്രയാണ്? ബഡ്ജറ്റഡ് ഹവർ 6,000. ഓക്കെ, ബഡ്ജറ്റഡ് യൂണിറ്റ് ആണ് എത്ര? 12,000 അല്ലേ? അപ്പോൾ 2,400 ഡിവൈഡ് ബൈ 6,000. 0.40 പെർ ഏതാ? ഹവർ. മറ്റേ 2,400 ഡിവൈഡ് ബൈ 12,000 0.20 പെർ യൂണിറ്റ്. സെറ്റ്. കഴിഞ്ഞില്ല? അടുത്ത സ്റ്റെപ്പ് ഏതാ? 2 എന്താ? കമ്പ്യൂട്ടേഷൻ ടേബിൾ.
ഇത് കഴിഞ്ഞില്ലേ? മുകളിലത്തെ കഴിഞ്ഞില്ലേ? എഴുതല്ലേ? ഫുൾ ആദ്യം നമുക്ക് ഇക്വേഷൻ ഫില്ല് ചെയ്യാം അല്ലേ? 1 ഏതാ? സ്റ്റാൻഡേർഡ് അവർ ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ് ഓർ ഒരു ഗ്യാപ്പ് ഇടുക. ഓക്കെ അല്ലേ? എന്നിട്ട് എഴുതാം ആക്ച്വൽ ഔട്ട്പുട്ട് ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. നമ്പർ 2 ആക്ച്വൽ ഫിക്സഡ് ഓവർ ഹെഡ്. ഓക്കെ അല്ലേ? നമ്പർ 3 നമ്മൾ ഒരുമിച്ച് എഴുതാണ് ബഡ്ജറ്റഡ് ഫിക്സഡ് ഓവർ ഹെഡ്. 4 ഏതാ? ആക്ച്വൽ ഹവർ ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ് ഓർ ഏതാ? സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. 4 അഞ്ചാമത്തത് പോസിബിൾ ഫിക്സഡ് ഓവർ ഹെഡ്. കാണാനുള്ള ഇക്വേഷൻ എന്താ? ബഡ്ജറ്റഡ് ഫിക്സഡ് ഓവർ ഹെഡ് ഇൻറ്റു ആക്ച്വൽ ഡേയ്സ് ഡിവൈഡഡ് ബൈ ബഡ്ജറ്റഡ് ഡേയ്സ്. നമ്പർ 1 പോവാം അല്ലേ? 1 ആവശ്യമായിട്ടുള്ള സാധനം ഏതാ? ആക്ച്വൽ ഔട്ട്പുട്ട് യൂണിറ്റിലില്ലേ? അപ്പോൾ ഡയറക്റ്റ് അത് ഇട്ട് എഴുതിയാൽ പോരെ അല്ലേ? എത്രയാണ്? 13,000 ഇൻറ്റു എത്രയാ? 0.20. എത്ര വരും അല്ലേ? 0.20 അല്ലേ ഏത് ഔട്ട്പുട്ടിൻ്റെ? ഓക്കെ, എത്ര വരും? 2,600. ഓക്കെ, ആക്ച്വൽ ഉള്ള ഓൾറെഡി തന്നിട്ടില്ലേ? ആക്ച്വൽ ഫിക്സഡ് ഓവർ ഹെഡ് 2,300. ദെൻ ബഡ്ജറ്റഡും ഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലേ? എത്ര? 400. അടുത്ത ആക്ച്വൽ എത്രയാ? ഇതിലിപ്പോൾ ഏതാ അപ്ലൈ ചെയ്യാം? സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ആക്ച്വൽ ഉണ്ട് 6,600 അല്ലേ? ഇൻറ്റു എത്ര? സ്റ്റാൻഡേർഡ് റേറ്റ് എത്ര? 0.40 അല്ലേ? സ്റ്റാൻഡേർഡ് റേറ്റ് പെർ ഏതാണ്? ഹവറാണ് 0.20. എത്ര വരും? 2,640. അടുത്ത ബഡ്ജറ്റഡ് ഫിക്സഡ് ഓവർ ഹെഡ് എത്രയെന്ന്? 2,400 ഇൻറ്റു ആക്ച്വൽ ഡേയ്സ് എത്ര? ആക്ച്വൽ ഡേറ്റ്സ് 54. ബഡ്ജറ്റ് ചെയ്ത ഡേറ്റ് 50. ചെയ്തിട്ട് എത്ര വരും? 2,500. ഓക്കെ, അടുത്ത പെട്ടെന്ന് ചെയ്യില്ലേ? ശ്രദ്ധിക്കണ്ട, നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തോ.
2 ദിവസം കൂടി ഉള്ളു നമ്മൾ ക്ലാസ്. ഞങ്ങൾ പോകുമ്പോൾ നിങ്ങളോട് പോകണ്ടേ? പോകണ്ട, ഞാൻ പോകുന്നു. തിങ്കളാഴ്ച ഞാൻ തന്നെ ഉണ്ടോ നിങ്ങൾക്ക്? പ്ലീസ്. ആരാ എന്ന് പറഞ്ഞത്? ആരാ ആരാ പിത പറയില്ല. പിത പറഞ്ഞാലും കുഴപ്പമില്ല, കാര്യമില്ല. ഇത് നമ്മുടെ ചങ്കാണ്. ഇതെന്റെ കല്യാണം നോക്കണമെന്ന് ചേരാം. ചെക്കണ്ടായിരുന്നു, ഇതൊന്ന് അറിയിച്ചാൽ മതി. നമ്മുടെ അനിയന് നോക്കാൻ പറ്റുമോ? എന്നിട്ടെന്തേ ഗൾഫിൽ കൊണ്ടുപോകും. ഗൾഫിൽ കൊണ്ടുപോകാൻ എന്നെ അവിടെ റൂമിൽ ഇരുത്താനല്ല, പണിയെടുപ്പിക്കാൻ. പേടിക്കണ്ട, ജോലിക്കൊക്കെ പറഞ്ഞു വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യും? നമുക്കൊന്ന് റെസ്റ്റ് എടുക്കണം പറയുന്നത്. ഒരു റീൽസ് റെക്കോർഡിങ് വേണം. പരിപ്പാട വരുന്നുണ്ടാവും. ഞാൻ വിളിച്ചപ്പോൾ ഇവിടെ ബ്ലോക്കിലാന്ന് പറഞ്ഞു. പരിപ്പാട വരുന്നുണ്ടാവും. അത് കുഴപ്പമില്ല, കുട്ടി ശരിക്കട്ടെ. അവര് കുറച്ച് എക്സ്ക്യൂസ് മീ, ഒരു പോയിന്റ് എനിക്കിവിടെ പറയാനുണ്ട്. കഴിഞ്ഞാലില്ലെങ്കിൽ ആ പോയിന്റ് എഴുതണം. എന്താ അറിയോ, ഒരു ക്വസ്റ്റ്യനിൽ, ഈ ക്വസ്റ്റ്യൻ ഞാൻ അങ്ങനെ വിചാരിച്ചു, പക്ഷെ നമുക്ക് തൽക്കാലം ക്വസ്റ്റ്യൻ അങ്ങനെ വിചാരിക്കാം. ഒരു ക്വസ്റ്റ്യനിൽ ഈ ആക്ച്വൽ ഡേയ്സ്, ബഡ്ജറ്റ് ഡേയ്സ് തന്നില്ല എന്ന് വിചാരിക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ എന്തുണ്ടാവില്ല? 5 ഉണ്ടാവില്ലല്ലോ. 5 ഇല്ലെങ്കിൽ അത് ഏതിനൊക്കെ എഫക്റ്റ് ചെയ്യും? കലണ്ടർ ഉണ്ടാവില്ല. കപ്പാസിറ്റിയുടെ 5 ഇല്ലേ, 4 - 5 ഇല്ലേ, അത് 4 - ഏതാവും? 3 ആവും. ഇതൊന്ന് നോട്ടായിട്ട് എഴുതിയാലോ? എഴുതാം താഴെ. വെൻ, എവിടെ എഴുതിയാലും കുഴപ്പമില്ല. വെൻ എഴുതാം. വെൻ ദർ ഈസ് നോ, ഈ ചെക്കന്മാർ പരിപാടി ഉണ്ടാക്കാൻ പോയതാണ്. ദർ ഈസ് നോ ഡേയ്സ് ഇൻ ക്വസ്റ്റ്യൻ. വെൻ ദർ ഈസ് നോ ഡേയ്സ് ഇൻ ക്വസ്റ്റ്യൻ, fixed overhead calendar variance will vanish. Fixed overhead calendar variance will vanish and vanish ചെയ്യാൻ അല്ലെങ്കിൽ എഴുതാം there is no, ഇങ്ങനെ എഴുതിയാലും മതി. there is no fixed overhead calendar variance, അല്ലെങ്കിൽ വാനിഷിൻ്റെ ഇതെന്താ? വാനിഷ്. ആൻഡ് അടുത്ത പോയിൻ്റാണ്, അടുത്ത ചോദ്യം. ഫിക്സഡ് ഓവർഹെഡ് കപ്പാസിറ്റി വാരിയൻസ് ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ കപ്പാസിറ്റി വാരിയൻസ് വിൽ ബി കപ്പാസിറ്റി വാരിയൻസ് വിൽ ബി 4 - 3. 4 - 3. നമ്മളെ 4 - 3. വേറെ പ്രശ്നം, എഫിഷ്യൻസിയിൽ മാറേണ്ട ആവശ്യമില്ലല്ലോ. എഫിഷ്യൻസി 1 - 4 അല്ലേ? എടുത്തോ. മോർ പ്രാക്ടിക്കൽ പ്രോബ്ലം.